ഇച്ചിരി മൈക്ക് നീട്ടി വെക്കാം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായി. അത് ഹിസ്വാന്റെ ഭാഗത്ത് മാത്രമല്ല, ഞങ്ങളെല്ലാം അങ്ങനെയാണല്ലോ. അതൊരു തെരഞ്ഞെടുപ്പിൽ കാര്യമായൊരു പുറകോട്ട് പോക്ക് നമുക്ക് സംഭവിച്ചു. ഞങ്ങളാരും പ്രതീക്ഷിച്ച ഒരു കുറവല്ല സംഭവിച്ചത്. സ്വാഭാവികമായും ഒരു പാർട്ടി രീതി അനുസരിച്ച് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, താഴെ തലം വരെ, ബൂത്ത് തലം വരെയുടെ പരിശോധന നടത്താൻ ആവശ്യമായ സംഘടനകളുണ്ട്. അത് പരിശോധിച്ച് തിരുത്താൻ ആവശ്യമായ കാര്യത്തിൽ നിശ്ചയമായിട്ട് ഞങ്ങൾ പോകും. ആലപ്പുഴയിൽ ഇപ്പോൾ ഉണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. പക്ഷെ ആലപ്പുഴയിലെ ഏതെല്ലാം സമയത്ത് തിരിച്ചടി ഉണ്ടായ സമയത്ത് അതെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് ആലപ്പുഴ പാർട്ടിക്കുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് വലിയ ആഘാതമുണ്ടായൊരു സമയം എന്ന് പറയുന്നത് ബഹുമാനിയായ ഗൗരിയമ്മ പാർട്ടി വിട്ടുപോയൊരു സമയം. ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഇടതുപക്ഷ ഒരു കമ്മ്യൂണിസ്റ്റ് മാസിൻ്റെ തലക്കടിക്കുന്ന പോലെയുള്ള ആഘാതം ഉണ്ടായൊരു സന്ദർഭമാണ്. അതിനെ അതിജീവിച്ച പാർട്ടിയാണ് ആലപ്പുഴ പാർട്ടി. ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പോകുന്ന കാര്യമെല്ലാം പാർട്ടി വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മൂല കാരണത്തിലേക്ക് വന്നു ചേർന്നത് എന്തുകൊണ്ട് എന്ന് ആലപ്പുഴയിലെ തലമുതിർന്ന പാർട്ടി നേതാക്കന്മാർക്കെല്ലാം അറിയാം. ഞങ്ങൾ പുതിയ തലമുറയിൽപ്പെട്ടവരാണ്. പക്ഷെ ആലപ്പുഴയിലെ പാർട്ടിക്കും പൊതുസമൂഹത്തിനും ഗൗരിയമ്മ പോകാൻ ഒരു മൂല കാരണം ആരാണ് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലെ ഒരു പഴയ കാര്യമായതുകൊണ്ട് അതിലെ ആൾക്കാർ മറന്നുപോകുമെന്ന് ധരിച്ച് നമ്മൾ സംസാരിച്ചിട്ട് കാര്യം. ജില്ലാ വികസന സമിതി യോഗവുമായി ബന്ധപ്പെട്ട് ചീസുകാരനാണ് ഗൗരിയമ്മയ്ക്ക് വിമർശനം നടത്തിയത്. ഞാൻ പറയുന്നത് അത് ഞാൻ ആ നിലയിലേക്ക് തന്നെ പാർട്ടി വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ്. പാർട്ടി നിലപാട് സ്വീകരിച്ച കാര്യമാണ്. ഗൗരിയമ്മയെ പോലെ ഒരു നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സന്ദർഭം വരെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം പാർട്ടി വിശദീകരിക്കും. ഞാൻ പറഞ്ഞത് അതിനൊക്കെ ഒരു കാരണമുണ്ടല്ലോ. ആ കാരണത്തിൻ്റെ അടിസ്ഥാനം തേടി പോയാൽ നമുക്ക് പലതും പറയേണ്ടതായിട്ട് അത് ജില്ലയിലെ പാർട്ടി വിശ്വാസികൾക്കെല്ലാം നല്ലവണ്ണമാണ്. അതിനുശേഷം ഗൗരിയമ്മ ഉണ്ടാക്കിയ പാർട്ടിയെ നന്നായി പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. ഇപ്പോൾ JSS ഒരു കാര്യമായൊരു ഫാക്ടറി അല്ല കേരളത്തിലെ രാഷ്ട്രീയത്തിൽ. പക്ഷേ അന്ന് ഉണ്ടാക്കിയ ഒരു ആഘാതം ചെറുതായിരുന്നില്ല എന്നുള്ളതാണ്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട VS നമ്മുടെ കടറകോട് താനാകുളത്ത് പൊതുയോഗത്തിൽ സംസാരിച്ചു. അന്ന് എല്ലാ നേതാക്കളും വാരാണസി ഉൾപ്പെടെയുള്ള നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ പൊതുയോഗത്തിൽ വന്നാൽ ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. VS അന്ന് താനാകുളത്ത് പ്രസംഗിച്ചത് ജ്യേഷ്ഠ സഹോദരി മടങ്ങി വരുമെന്നാണ്. അപ്പോൾ അങ്ങനെയാണ് VS കൂടെ ഒന്ന് പ്രസംഗിച്ചത്. ആ സന്ദർഭത്തേക്ക് അതിജീവിച്ചൊരു പാർട്ടിയാണ്. ഇപ്പോൾ ഉണ്ടായ ക്ഷീണവും സ്വാഭാവികമായിട്ട് പാർട്ടി ഗൗരവമായി